ഹായ് എവരി വൺ. ഈ വീഡിയോയിൽ ഞാൻ LED സ്ട്രിപ്പിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചും അതിൻ്റെ പവർ കൺസംഷനെ കുറിച്ചും ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ LED സ്ട്രിപ്പ് ഒരു ഫ്ലെക്സിബിൾ PCBയിലാണ് സാധാരണ വരുന്നത്. LED സ്ട്രിപ്പ് ഫ്ലെക്സിബിളായി വരാനുള്ളൊരു റീസൺ അത് പല രീതിയിലും യൂസ് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ്. പല സർഫേസിലും അത് വയ്ക്കാം, അതുപോലെ ബെൻഡബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള PCBകളിൽ വരുന്നത്. ഇപ്പം നോർമലി മാർക്കറ്റിൽ 2835 അല്ലെങ്കിൽ 3528 എന്ന് പറയുന്ന LEDകളാണ് SMD LEDകളിൽ നോർമലി വരുന്നത്. നേരത്തെ 5050, 3535 എന്നിങ്ങനെയുള്ള LEDകളിലും വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 3528 അല്ലെങ്കിൽ 2835 എന്ന് പറഞ്ഞ LED വളരെ സുലഭമായി ലഭിക്കുന്നതുകൊണ്ടും അതിൻ്റെ പ്രൈസ് നോർമലി മറ്റ് LEDകളെക്കാളും പ്രൈസ് കുറവായതുകൊണ്ട് ആ LEDകളിലാണ് ഇപ്പോൾ LED സ്ട്രിപ്പുകൾ നോർമലി വരുന്നത്. അതിൻ്റെ എഫിഷ്യൻസിയും ഇപ്പോൾ പഴയ LEDനേക്കാളൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ 2835 LEDകൾ പെർ LED 26 ലൂമൻ മുതൽ 34 ലൂമൻ 36 ലൂമൻ വരെയൊക്കെ ലഭ്യമാണ്. മാർക്കറ്റിൽ കോമൺലി 28 to 30 ലൂമൻ അല്ലെങ്കിൽ 26 to 28 ലൂമൻ്റെ LEDകളാണ് നോർമലി യൂസ് ചെയ്യാറ്. ഇനി ഈ ഒരു LED യൂസ് ചെയ്യുന്ന വോൾട്ടേജ് 3 വോൾട്ടാണ്. അതിൻ്റെ കറണ്ട് 60 mA ആണ് വരുന്നത്. സാധാരണ നമ്മളൊരു LED സ്ട്രിപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മെയിനായിട്ട് 3 LEDക്ക് ഒരു റെസിസ്റ്റർ വെച്ചതായിട്ട് കാണാം. നമ്മൾ ആ ബ്ലാക്ക് കളറിലുള്ളൊരു ചെറിയ ബോക്സ് കാണുന്നത് LED സ്ട്രിപ്പുകളിൽ വരുന്ന റെസിസ്റ്റേഴ്സാണ്. ഈ റെസിസ്റ്റേഴ്സ് ഇതിൻ്റെ കറണ്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത്. ഓരോ LEDയും 3 വോൾട്ട് യൂസ് ചെയ്യുമ്പോൾ ടോട്ടലായിട്ട് 12 വോൾട്ടിലേക്ക് മാറുകയും അതോടൊപ്പം ഇതിൻ്റെ കറണ്ട് ലിമിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യും. പെർ മീറ്റർ ഒരു 60 LEDയുടെ സ്ട്രിപ്പാണ് എടുക്കുന്നതെങ്കിൽ ഇതിൽ ഒരു LED യൂസ് ചെയ്യുന്ന വാട്ടേജ് 0.2 വാട്ടാണ്. അതുപോലെ ഒരു റെസിസ്റ്റർ ക്വാർട്ടർ വാട്ടിൻ്റെ റെസിസ്റ്ററാണ് നോർമലി യൂസ് ചെയ്യാറ്. അപ്പോൾ 0.25 വാട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഒരു മീറ്ററിൽ 60 LED ഉണ്ടെന്ന് വിചാരിക്കാം. 60 LED 0.2 വാട്ടായിട്ട് എടുക്കുമ്പോൾ 12 വാട്ടാണ് ഒരു മീറ്ററിൽ LEDയുടെ മാത്രം പവർ കൺസംഷൻ വരുന്നത്. അതോടൊപ്പം ഇതിൻ്റെ റെസിസ്റ്റേഴ്സിൻ്റെയും നമ്മൾ പവർ കൺസംഷൻ എടുക്കണം. റെസിസ്റ്റേഴ്സിൻ്റെ പവർ കൺസംഷൻ കൂടി നമ്മൾ എടുക്കുമ്പോൾ 5 വാട്ട് റെസിസ്റ്റേഴ്സിൻ്റെ മാത്രം പവർ കൺസംഷൻ വരും. അങ്ങനെ ടോട്ടൽ 17 വാട്ടാണ് ഒരു മീറ്ററിൽ ഈ 60 വാട്ട് പെർ LED സ്ട്രിപ്പുകൾ യൂസ് ചെയ്യുന്നത്. സാധാരണ കോവ് ലൈറ്റിങ്ങിനൊക്കെ 60 LED പെർ മീറ്ററാണ് യൂസ് ചെയ്യാറ്. ഇതേപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റിങ്ങിന് ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ LED മൗണ്ട് ചെയ്യുന്ന ഹൈറ്റ്, ഡിഫ്യൂസറിൻ്റെ ഹൈറ്റ് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന LED. ഒത്തിരി ക്ലോസ് ആയിട്ടുള്ള ഡിഫ്യൂസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് LEDയുടെ എണ്ണം കൂട്ടേണ്ടി വരും. അല്ലെങ്കിൽ ഇതിൽ സ്പോട്ടായിട്ടുള്ള ഷെയ്ഡ്സ് വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ LEDയുടെ എണ്ണം കൂടിയ സ്ട്രിപ്പുകൾ യൂസ് ചെയ്യുന്നത്. പെർ LED 240 LED ഒക്കെ വരുന്ന സ്ട്രിപ്പുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പെർ മീറ്റർ LEDയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ വാട്ടേജിലും നല്ല വേരിയേഷൻസ് വരാനുള്ള ചാൻസുകളുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.